ഹലോ. അപ്പോൾ ഇതാ നമ്മുടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രിൻ്റായിരുന്നു ഈ പ്രിൻ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അത് വരുമ്പോൾ എന്തായാലും റീസ്റ്റോക്ക് ചെയ്തിട്ട് ഞങ്ങൾ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്തു. പക്ഷെ നമുക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ബുക്ക് ചെയ്തവർക്കെല്ലാം ഏകദേശം കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള പീസുകളാണ് ഈ കാണുന്ന പീസുകളെല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റോക്ക് ഔട്ടായി പോണതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ. കാരണം മിക്കവരും ഒത്തിരി പേര് വിളിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള ഈ ഒരു പ്രിൻ്റ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് ചില അജ്രക്കിൻ്റെ ചില പ്രിൻ്റുകൾ നല്ല ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ 3 ബണ്ടിലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരത് 3 ബണ്ടിലേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ലാസ്റ്റായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് തന്നില്ലായിരുന്നു. അപ്പോൾ ഒരു 5-6 ബണ്ടിലൊക്കെ എടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടവർക്കെല്ലാം കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് അങ്ങനെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നിലവിലുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തായാലും അത് വീണ്ടും ഇനിയും കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ചോദിച്ച കളേഴ്സ് നമുക്ക് ഇനി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഇന്ന് ഞാൻ അടുത്തത് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ പ്രിൻ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ പ്രിൻ്റിലുള്ളത് വാങ്ങിക്കും അജ്രക്കിൻ്റെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഇതിലും ഉള്ളത് നമ്മുടെ അജ്രക്കിൻ്റെ ഈ കളക്ഷൻ തന്നെയാണ് കേട്ടോ. അജ്രക്കിനാണ് കൂടുതൽ ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ. അജ്രക്കിൻ്റെ നല്ല നല്ല പ്രിൻ്റിലുള്ളതാണ്. കുർത്തി തയ്ക്കാനാണ് കൂടുതലും അജ്രക്ക് പോകുന്നത്. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം 176 രൂപയുടെയാണ്. പിന്നെ 10 എണ്ണം എടുക്കണം കേട്ടോ. മിക്കവരും ചോദിക്കും 2 എണ്ണം 3 എണ്ണമൊക്കെ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് 3 എണ്ണം നമ്മൾ കൊടുക്കുക? 10ഉം 20ഉം 15ഒക്കെ ഓരോരുത്തർ അവരവരുടെ കച്ചവടം നടത്താനായിട്ടാണ് അവർ എടുക്കുന്നത്. അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ലാഭം അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ചിലവർ സ്വന്തം ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കളറ് പോകുമെന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴുകിയിട്ടൊന്ന് കാണിച്ച് തരാമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാമല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ മിക്ക തുണിയുടെയും ഫസ്റ്റ് വാഷിൽ കളറ് പോകുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് തരണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോ പ്രൈസിൽ വരുന്നത് ഉണ്ട്. അത് 135 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് അവർ ഒരു ഗ്യാരണ്ടി നമുക്ക് തരില്ല. അപ്പോൾ അവർ പറയും അതിന് ഗ്യാരണ്ടി ഇല്ല കേട്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെറുകിട കച്ചവടം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയണം, ഇന്ന രീതിയിലാണ് ഇത്രയും ലോ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ലോ പ്രൈസിലൊന്നും കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാരണ്ടിയും പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അതെല്ലാ കടകളുടെയും പോളിസി അതാണ്. അപ്പോൾ അത് നിങ്ങളും ചെറിയ ഒരു 10 പീസാണ് എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ആ കാര്യം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞേ പറ്റൂ കേട്ടോ. അപ്പോൾ അത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ കോട്ടൻ്റെ തുണികളാവുമ്പോൾ മിക്കവാറും കുറച്ചൊക്കെ ഒരു കളറ് പോകുന്നുള്ളതും അവരോട് പറയും. കാരണം പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ ഈ അജ്രക്ക് പ്രിൻ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ കോട്ടനാണ്. കോട്ടൺ തുണികൾ നമുക്കറിയാം, അത് ഒരു പ്രത്യേക ബ്രൈറ്റ്നെസ്സും ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കളേഴ്സാണ് എല്ലാം വരുന്നത്. അങ്ങനെയാണ് കുറച്ച് കടുപ്പം പെട്ട കളറുകളാണ് എല്ലാം. അപ്പോൾ ഡാർക്ക് കളേഴ്സിൽ വരുമ്പോൾ അതെന്തായാലും ഫസ്റ്റ് വാഷിലൊന്ന് കളർ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കളർ പോകുന്നതിനോട് മിക്കവരും പറയാം എന്നാൽ വേണ്ട എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ അതിൻ്റെ പ്രിൻറ്റിൻ്റെ പ്രത്യേകതയാണത്, അത് കളർ പോകുന്നത്. പിന്നെ റേറ്റ് എല്ലാവരും ചോദിക്കും. 1 എണ്ണോ 2 എണ്ണോ 3 എണ്ണോ ഒക്കെ തരുമോ എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന റേറ്റ്, അതായത് ഇതിൽ കാണിക്കുന്ന റേറ്റ് 176 അല്ലെങ്കിൽ 186 എന്നുള്ളതൊക്കെ 10, 15, 20 ഇതൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ്, പോസ്റ്റൽ വഴി അതുപോലെ DTDC വഴിയും അയക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ DTDC ഞാൻ കൊറിയർ അവർക്കറിയില്ലായിരുന്നു ഏതാണ് പോസ്റ്റിൽ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് DTDC ആണ്. പക്ഷെ അത് കുറച്ച് പൈസ മുടക്കി അവർക്ക് ടൗണിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊട്ടടുത്തുള്ള DTDC കൊറിയറിൽ കൊറിയർ സർവീസിനെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവരോട് നമ്മൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക.
നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കുക. ചിലവർക്ക് അത് അവൈലബിൾ ആയിരിക്കില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ DTDC അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഡോർ ടു ഡോർ കൊണ്ടുവന്ന് കൊടുക്കണമെന്നുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് അവരോടൊന്ന് നിങ്ങൾ വിളിച്ച് ചോദിച്ചൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. അപ്പോൾ DTDC എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റാണ്, കുറച്ച് പൈസ കൂടുകയും ചെയ്യും. നമ്മുടെ സാധാ പോസ്റ്റ് പോലെയല്ല, 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും, മാക്സിമം 3 അങ്ങനെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ കുറേ നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ നമുക്ക് അത് എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞ് നമുക്ക് ആവശ്യപ്പെട്ട അവർ എമൗണ്ട് അയച്ച് തരുന്നവർക്ക് നമ്മൾ കൊടുക്കാതെ നമുക്ക് ഒരാളതൊന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ നമ്മളത് മാറ്റി വയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ അത് വാങ്ങിക്കാതെ ദിവസങ്ങളോളം അതങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടത് അത് ആവശ്യപ്പെട്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കും. ആ ഒരു പ്രിൻറ്റിലുള്ളവർ അവരപ്പം തന്നെ എമൗണ്ട് പേ ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് അത് ആവശ്യപ്പെടുന്നുണ്ടാവും നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്രിൻ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.